ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ലാസ്റ്റ് ക്ലാസ്സിൽ പോസ്റ്റ് ഗുപ്ത പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മിഡിവൽ പീരീഡ് എന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണ്? മിഡിവൽ ഹിസ്റ്ററിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ ലാസ്റ്റ് സെക്ഷനാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഹർഷയെ പറ്റിയും പാണ്ഡ്യാസിനെ പറ്റി, ചാലുക്യാസിനെ പറ്റിയൊക്കെ പഠിച്ചു. അവിടുത്തെ സോഷ്യൽ ലൈഫും പഠിച്ചു. എങ്കിലും പെട്ടെന്ന് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പെട്ടെന്ന് മിഡിവയിലോട്ട് പോകത്തില്ല. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഏൻഷ്യനിൽ നിന്ന് മിഡിവയിലോട്ട് പോകാനുള്ള ഏറ്റവും വലിയ സെൻട്രൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഗ്രാൻസ് ആണ്. ഈ ലാൻഡ് ഗ്രാൻസ് വഴി ഉണ്ടാവുന്ന സോഷ്യൽ ക്രൈസിസ് ആണ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷന് കാരണമായത്. ഈ ഒരു സോഷ്യൽ ക്രൈസിസ് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ലാൻഡ് ഗ്രാൻസ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? നമുക്കറിയാം, ഈ ഒരു പോസ്റ്റ് മൗര്യൻ പീരീഡോട് കൂടി എല്ലാവരും വേദിക് ഏജിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് അതായത് വേദിക് സാക്രിഫൈസസ് ആണെങ്കിലും യജ്ഞാസ് ആണെങ്കിലും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഗിഫ്റ്റായിട്ട് അവരുടെ വെൽത്ത് തന്നെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ലാൻഡും അവർക്ക് എന്താണ് ഗിഫ്റ്റായിട്ട് കൊടുത്തു വന്നു. അപ്പോൾ ഈ ഒരു ലാൻഡ് കൊടുത്തതോട് കൂടി അവിടുത്തെ സോഷ്യൽ ഓർഡർ എല്ലാം തന്നെ ഡിസോർഡർ ആവാൻ തുടങ്ങി. ഇപ്പം ടാക്സ് പേയേഴ്സായിട്ട് ലോവർ വർണ്ണാസ് ആയിട്ടുള്ള പെസൻസും ലേബറേഴ്സും, അതായത് വൈശ്യാസും ശൂദ്രാസും മാത്രമാവാൻ തുടങ്ങി. ബാക്കി അപ്പർ ക്ലാസ്സസ് എല്ലാം ഇവരിൽ നിന്ന് ബെനിഫിറ്റ് നേടാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയറിനെ കലിയുഗ എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഈ ഒരു 3rd 4th സെഞ്ച്വറിയൊക്കെ AD ഒക്കെ ആയപ്പോഴേക്കും സോഷ്യൽ ക്രൈസിസ് നല്ല രീതിയിൽ വളരാൻ തുടങ്ങി. അതായത് വർണ്ണ സൊസൈറ്റി, ഞങ്ങളിനി എന്താണ് ടാക്സ് പേ ചെയ്യില്ല, ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരു സർവീസും ചെയ്യില്ല എന്നൊരു രീതിയിലേക്ക് അവർ മാറി. കാരണം അവരുടെ എബിലിറ്റിയെ പറ്റി അവർക്ക് തന്നെ ഒരു സെൻസ് ഉണ്ടാവാൻ തുടങ്ങി. ആ കലിയുഗത്തിന് എതിരായിട്ട് വന്ന ആ ഒരു സോഷ്യൽ ക്ലാസിൻ്റെ ഇൻ്റർമിക്സ്ചറിനെ നമുക്ക് വർണ്ണ സംകാര എന്ന് വിളിക്കാം. അപ്പം ഇങ്ങനെ ക്രൈസിസ് ഉണ്ടാകുമ്പം അത് ഒരുപാട് പേരെ ബാധിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് മെഷേഴ്സ് അവർ സ്വീകരിക്കാൻ തുടങ്ങും. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും അഡ്വൈസസ് എത്തിക്കുക എന്നുള്ളതാണ്. മനുവിൻ്റെ ലോ ബുക്കിലുള്ള അഡ്വൈസസ്, അതായത് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ധർമ്മയാണ്. ഒരിക്കലും ഒരു വർണ്ണയും അവരുടെ ഡ്യൂട്ടീസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മനു പറയുന്നുണ്ട്. അത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അധികമൊന്നും അത് വർക്കൗട്ടായില്ല. അത് പിന്നീട് എന്തെന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ഷൻ്റെ ബർഡൻ കുറച്ചിട്ട് ഇവരെ കുറച്ചും കൂടി ഇവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കണമെങ്കിൽ വീണ്ടും എക്സ്പെൻഡിച്ചർ ലാൻഡായിട്ട് തന്നെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സെൻട്രൽ പവറിൻ്റെ ആ ഒരു കൺട്രോള് പെട്ടെന്ന് തന്നെ ഡിക്ലൈനായി. അപ്പം ഈ ഒരു ലാൻഡ് ഗ്രാൻസിനെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൗര്യൻസിൻ്റെ ടൈമിലൊക്കെ എന്താണ് ഈ ഇൻ്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂഡൽസിനെയൊക്കെ അവരുടെ ഒരു ഏജൻസ് ആയിട്ടായിരുന്നു അവർ അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു. അല്ലാതെ അവർക്കൊരു അതോറിറ്റി കൊടുക്കുകയല്ല. കുറച്ച് റീജിയണലായിട്ടുള്ള ഏരിയയിൽ ഇവരെ കൊണ്ടുപോയിട്ട് പറയും അവിടുത്തെ ടാക്സും ലോ ആൻഡ് ഓർഡറും ഒക്കെ നോക്കിക്കോണം. പക്ഷേ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ പവറിന് തന്നെയായിരുന്നു. പക്ഷേ ഓരോ പീരീഡ് കഴിയും തോറും എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് ഗ്രാൻസ് പല റിലീജിയസ് ഫങ്ഷണറീസിനും ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തു. ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തപ്പം റോയൽ അതോറിറ്റി ആയിട്ട് ഒരു കണക്ഷൻ വന്നില്ല. എന്നിട്ട് ഈ റീജിയനിലുള്ള ആൾക്കാരിൽ നിന്ന് ഇവർ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ വില്ലേജസ് ആ ഒരു സെൻറ്ററിനുള്ളിൽ തന്നെയുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ഐലൻഡായിട്ട് മാറി. അപ്പോൾ ഈ ആദ്യത്തെ കേസിലൊക്കെ മൗര്യൻസിന് ശേഷം ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ റീജിയനിലൊക്കെ പണിഷ്മെൻറ്റ് നടത്തിയിരുന്നത് റോയൽ ഡൈനാസ്റ്റി തന്നെ ആയിരുന്നു. പക്ഷേ ലേറ്റർ ടൈം ആയപ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റും ഇവർ തന്നെ ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യം ടാക്സ് കളക്ഷനിൽ നിന്ന ആൾക്കാർ പിന്നീട് അവിടുത്തെ ലോ ആൻഡ് ഓർഡറും മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ലോ ആൻഡ് ഓർഡറും കൂടി സെൻട്രലിൻ്റെ കയ്യിൽ നിന്ന് പോയതോട് കൂടി എന്ത് ചെയ്തു, ഡീസെൻട്രലൈസേഷൻ വളർന്നു. ഈ ലാൻഡ് ഗ്രാൻഡ് കിട്ടിയപ്പം ആ ഒരു റീജിയനിലുള്ള ആൾക്കാരും കൂടിയാണ് ഇവരുടെ അണ്ടറിലാവുന്നത്. അപ്പം ഈ ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊന്നും അന്നത്തെ കാലത്ത് അനുവദനീയമല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ മൈഗ്രേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ റീജിയനിലുള്ള ആൾക്കാർ അവരുടെ കുലത്തൊഴിൽ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം ട്രൈബൽ ഏരിയ എടുക്കുകയാണെങ്കിൽ തന്നെ ട്രൈബൽ ഏരിയ എല്ലാം ബ്രാഹ്മിൻസിനും ബുദ്ധിസ്റ്റിനും ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഈ റിലീജിയസ് ഫങ്ഷണറീസ് അവരുടെ കൾച്ചർ ഇവരെ പഠിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും,
ഇവിടെ അവിടെ ഉള്ള പെസൻസും മെർച്ചൻസും ഒക്കെ അവിടുത്തെ ഒരു ബേസായിട്ട്, റൂറൽ ബേസായിട്ട് മാറും. അപ്പം ഈ ലാൻഡിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു റൂറൽ എക്കണോമിക്ക് വേണ്ടിയുള്ള എല്ലാ ആൾക്കാരും ഈ ലാൻഡിനോടൊപ്പം തന്നെ ഈ ബെനിഫിഷ്യറീസിന് കിട്ടും. അങ്ങനെ അതൊരു സ്റ്റേറ്റായിട്ട് മാറാൻ തുടങ്ങി. സോ ഈ സോഷ്യൽ ക്രൈസിസും അതായത് പുതിയൊരു സ്റ്റേറ്റ് ഫോർമേഷനുമൊക്കെ ഈ ഏൻഷ്യൻറ്റിൽ നിന്ന് മിഡിവിയയിലേക്ക് പോകാനുള്ളൊരു കാരണമായി. സെക്കൻഡ് റീസൺ, ഏൻഷ്യൻ ടു മിഡിവിയൽ ട്രാൻസ്ഫോർമേഷനുള്ള സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിൻ്റെ ഡിക്ലൈനാണ്. ഇപ്പം നമുക്കറിയാം 3rd സെഞ്ച്വറി കാലഘട്ടത്തിലെ റോമൻ എംപയർ നമ്മളുമായിട്ടുള്ള ട്രേഡ് ബാൻ ചെയ്തിരുന്നു. കാരണം റോമൻ എംപയറിന് ഒരുപാട് എക്സ്പെൻഡിച്ചർ നമ്മൾ വരുത്തിയിരുന്നു. അതുപോലെ 6th സെഞ്ച്വറി മിഡിലൊക്കെ അതിൻ്റെ ഒരു മിഡിൽ പോർഷനൊക്കെ ആയപ്പോഴേക്കും സിൽക്ക് ട്രേഡ് വഴിയുള്ള ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഇറാൻ നിർത്തി. അതുപോലെ പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ചൈനയാണെങ്കിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണെങ്കിലും നമ്മളുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നു. പക്ഷേ ഒരു ചേഞ്ച് വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ മാനായിട്ട് അറബ്സിൻ്റെ എൻട്രി വന്നു. കാരണം എക്സ്പോർട്ട് ട്രേഡിൻ്റെ മോണോപോളി മൊത്തവും അറബ്സ് കൊണ്ടുപോയി. ഈ അറബ്സ് എന്ന് പറഞ്ഞ ടേമിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അറബ്സിൻ്റെ എൻട്രിയെ നമുക്ക് പ്രീ മുസ്ലിം പീരീഡ് എന്ന് വിളിക്കാം. പ്രീ മുസ്ലിം പീരീഡ് എന്ന് പറഞ്ഞാൽ അറബ്സിൻ്റെ എൻട്രിയാണ്. അപ്പം അതിന് ശേഷം പെട്ടെന്ന് ഈ അറബ്സ് വളർന്നു വരുമ്പം എന്താവും? മിഡിവിയൽ ഹിസ്റ്ററിയിലോട്ട് പതുക്കെ നമ്മൾ കാൽവെക്കും. അതുകൊണ്ട് തന്നെ അറബ്സിൻ്റെ എൻട്രി ആണ് എന്താണ് ഈ ഒരു ഏൻഷ്യൻ്റിൽ നിന്ന് മിഡിവിയലിലേക്ക് പോകാനുള്ള മറ്റൊരു റീസൺ. പിന്നീട് ട്രേഡിനെ ബാധിച്ച മറ്റൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ് നോർത്തിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലും എവിടെ തന്നെയും കിട്ടാനില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഈ ട്രേഡ് ഡിക്ലൈൻ ആകുമ്പോൾ അത് മെയിനായിട്ട് ബാധിക്കുന്നത് ടൗൺസിനെയാണ്. ഇപ്പം നമ്മൾ ഗുപ്ത പീരീഡിൽ പറഞ്ഞിട്ടുണ്ട്, ഗുപ്ത പീരീഡ്സ് ഗോൾഡൻ ഏജ് എന്ന് വിളിക്കാനുള്ള കാരണം ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് ടെക്നിക്കിലേക്കോ ഉള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അല്ലാതെ ഒരിക്കലും ആർക്കിടെക്ചറോ ടൗൺസോ ഒന്നുമല്ല. കാരണം ഗുപ്ത പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ടൗൺസ് ഡിക്ലൈൻ ആവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ടൗൺസിൽ മെയിനായിട്ട് താമസിച്ചിരുന്നത് മെർച്ചൻസും ആർട്ടിസൻസും ആയിരുന്നു. ഇവർ പതുക്കെ എന്ത് ചെയ്തു? വില്ലേജിലോട്ട് വരാൻ തുടങ്ങി. വില്ലേജിൽ കൾട്ടിവേഷൻ ചെയ്യാൻ തുടങ്ങി. നമ്മൾ മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ കോസ്റ്റിലുള്ള സിൽക്ക് വീവേഴ്സ് എവിടെയാണ് വെസ്റ്റേൺ മാൽവയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഗുപ്ത പീരീഡിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പം ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ അവർക്കുള്ള നീഡ്സ് അവർ സ്വയം തന്നെ കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ ഓരോ സ്മാളർ യൂണിറ്റ് ആയിട്ട് തിരിയാൻ തുടങ്ങി. അങ്ങനെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പെസൻസ് ആണെങ്കിൽ തന്നെയും എന്താണ് ആരുടെയും അടിമയല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് ഫ്രീഡമായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജായി. അങ്ങനെയാണെങ്കിൽ ഈ പെസൻസ് ഒക്കെ മുമ്പ് ഏതായിരുന്നു? വർണ്ണ സിസ്റ്റയുടെ ലോവർ ക്ലാസ്സിലായിരുന്നു. പക്ഷേ ഇപ്പം അവർ തന്നെ സ്വയം പര്യാപ്തരായപ്പം എന്ത് ചെയ്തു? വർണ്ണ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്തു? ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങി. ഇനി വർണ്ണ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ എങ്ങനെയാണ് വർണ്ണ സിസ്റ്റം? അവർ ചെയ്യുന്ന തൊഴിൽ, അവരുടെ നിറം, അത് വെച്ചിട്ടാണ് വർണ്ണ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് അക്വയർ ചെയ്യുന്ന ആൾ ഹയർ ക്ലാസ്സും റിമൈനിങ് ആയിട്ടുള്ളവർ ലോവർ വർണ്ണയായിട്ട് മാറി. അതായത് വർണ്ണ സിസ്റ്റം വെറും 2 ഓർഡറായി, ഹയർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്. അല്ലാതെ 4 ഓർഡറിലുള്ള വർണ്ണ സിസ്റ്റം വെറും 2 ഓർഡറിലേക്ക് മാറി. ഇപ്പം വർണ്ണ ഓർഡറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലാൻഡ് പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ലാൻഡ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് ആസ്ട്രോളജേഴ്സ് ആയിരുന്നു. അവരെ വരാഹമിഹിർ എന്നാണ് പറഞ്ഞത്. ഈവൻ വീടുകളുടെ വലിപ്പം പോലും അവരായിരുന്നു പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഏകദേശം 7th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഈ വൈശ്യാസായിട്ടുള്ള സ്ത്രീകൾ ലോവർ കാസ്റ്റിലുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തുടങ്ങിയതോടുകൂടി വേറൊരു പുതിയ മിക്സ്ഡ് കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ശൂദ്രാസായിട്ടുള്ള അൺടച്ചബിൾസ് അവരും ഓരോ സബ് കാസ്റ്റുകളായിട്ട് പിരിയാൻ തുടങ്ങി. പിന്നീട് ഈ മൈഗ്രേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ജനങ്ങൾ എവിടാണോ തിങ്ങിപ്പാർക്കുന്നത് അവിടുത്തെ കുലത്തൊഴിലുകൾ തന്നെ ഫോളോ ചെയ്തു വന്നു. അപ്പോൾ ഈ ട്രൈബൽ പീപ്പിൾസ് ആണെങ്കിൽ മുമ്പ് അവർ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഈ കാലഘട്ടമായപ്പോൾ ഈ ട്രൈബൽ പീപ്പിൾസും എന്താണ് ഈ ഒരു ഹിന്ദു സൊസൈറ്റിയിലേക്ക് അവരെയും അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവരെ ഒരു മിക്സ്ഡ് കാസ്റ്റായിട്ടായിരുന്നു സൊസൈറ്റി കൺസിഡർ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നോക്കുന്നത് കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്.
കൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 6th-7th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും ഓരോ സബ് നാഷണൽ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സബ് നാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, സബ് നാഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കേരള, തമിഴ്നാട്, കർണാടക, അങ്ങനെ ഓരോ യൂണിറ്റുകൾ, അങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. ആസാം, കർണാടക, തമിഴ്നാട്, അങ്ങനെ തന്നെ ഓരോ സബ് നാഷണൽ യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഓരോരോ ഓരോരോ റീജിയൻസിലും അവരുടേതായിട്ടുള്ള വസ്ത്രധാരണ, അവരുടേതായിട്ടുള്ള കസ്റ്റംസും ലാംഗ്വേജും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. കാരണം ഈ ഒരു പീരീഡിൽ, ഈ ട്രാൻസ്ഫോർമേഷൻ ഫേസിലുള്ള ബുദ്ധിസ്റ്റ് റൈറ്റിങ്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബംഗാളി, ആസാമീസ്, ഒറിയ, ഹിന്ദി, ഇങ്ങനെ പുതിയ പുതിയ റീജിയണൽ ലാംഗ്വേജസിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ ജെയിൻസിൻ്റെ പ്രാകൃത് വർക്സിലാണെങ്കിലും ഗുജറാത്തി, രാജസ്ഥാൻ ലാംഗ്വേജിൻ്റെ ബിഗിനിങ് സ്റ്റേജൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ റീജിയൻസും ഇങ്ങനെ സബ് നാഷണൽ ഓരോ യൂണിറ്റുകളും എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ക്ലോത്ത്, വസ്ത്രധാരണമാണെങ്കിലും കസ്റ്റംസും എല്ലാം തന്നെ അവർ വ്യത്യസ്തരാവാൻ തുടങ്ങി. ഇത് എന്തിനു വേണ്ടിയായിരിക്കും? മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ആവാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും അവരിലേക്ക് തന്നെ ഒതുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒതുങ്ങുമ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ട്രേഡിനെ തന്നെയാണ്. ട്രേഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷന് വേണമെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാവണം. ഇതിപ്പോൾ ഓരോ റീജിയനിലും ഓരോ ലാംഗ്വേജ് ഉണ്ടാവാൻ തുടങ്ങിയതോടുകൂടി എന്താണ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുറയാൻ തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതോടുകൂടി ട്രേഡ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ട്രേഡിൻ്റെ ഈ ഒരു ഡിക്ലൈനും റീജിയണൽ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായി. ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം നമ്മുടെ ഹിസ്റ്ററി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് തന്നെ എല്ലാവരിൽ നിന്നും അകന്നു പോയി. കാരണം ലാംഗ്വേജ്, നമ്മുടെ പഴയ കാലങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ ലാംഗ്വേജ് അറിയണം. അപ്പോൾ ആ ഒരു ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് വായിക്കാൻ പറ്റണം, എന്നാലേ ആ ഒരു കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ വന്നതോടുകൂടി പഴയ ഇൻസ്ക്രിപ്ഷൻസ് ഒന്നും അവർക്ക് വായിക്കാൻ പറ്റാതായി. അവരുടേതായിട്ടുള്ളൊരു കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് അവർ പോകാൻ തുടങ്ങി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭക്തി മൂവ്മെൻ്റ് ആണ്. ഭക്തി മൂവ്മെൻറ്റ് മാത്രമല്ല, തന്ത്രിസം, അതും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലെ പുതിയൊരു ചേഞ്ചസിന് കാരണമായി. ഏകദേശം ഒരു 7th സെഞ്ച്വറി കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റീജിയനിലും അവരുടേതായിട്ടുള്ള, ഇപ്പം ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും സ്കൾപ്ചേഴ്സ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പഴയ കാലത്ത് തന്നെയുള്ള ദൈവങ്ങളെ തന്നെയായിരുന്നു വർഷിപ്പ് ചെയ്തിരുന്നത്. ഈ ബിൽഡിങ്സും, ടെമ്പിൾസിൻ്റെ ബിൽഡിങ്സ് നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റോണും ബ്രോൺസും ഒക്കെ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എങ്കിലും പോസ്റ്റ് ഗുപ്ത ടൈമിലാണ് റിലീജിയസ് പരമായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പം സൊസൈറ്റിയെ തന്നെ റിലീജിയസ് വൈസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പം ഹയസ്റ്റ് റാങ്ക് കൊടുത്തിരിക്കുന്ന ആചാര്യയ്ക്ക് തന്നെയായിരുന്നു, അതായത് ആ കിരീടധാരിക്ക് തന്നെയായിരുന്നു ഹയസ്റ്റ് റാങ്ക് ഉള്ളത്. പിന്നെ ഈ ഒരു ജൈൻസ് ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും വൈഷ്ണവസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ബ്രാഹ്മിൻസിനാണെങ്കിലും ഓരോരുത്തർക്കും എന്താണ്, അവർ യൂസ് ചെയ്യുന്ന റിച്വൽസ്, ലാൻഡ് പ്രോപ്പർട്ടി, മിലിറ്ററി പവർ, അതിൻ്റെ ബേസിസിൽ ഓരോരുത്തർക്കും ഓരോ റാങ്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അൺഈക്വൽ ക്ലാസ് ആയിട്ടായിരുന്നു ആ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് എന്താണ്, ഇപ്പം രാജാവിന് വേണ്ടി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, തിരിച്ച് ലാൻഡ് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പം ആ സിസ്റ്റം ദൈവവും ഇൻഡിവിജ്വലും തമ്മിൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇപ്പം എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കംപ്ലീറ്റ്ലി അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. എല്ലാ ഓഫറിങ്സും ദൈവത്തിന് വേണ്ടിയായിരുന്നു. തിരിച്ച് പ്രതിഫലമായിട്ട് അവരെന്ത് ചെയ്തു, പ്രസാദം വാങ്ങി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ രാജാവിന് വേണ്ടി പൂജ ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഫലമായിട്ട് ലാൻഡ് കൊടുക്കും. ഇന്ന് ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ച പ്രതിഫലമായിട്ട് അവർ പ്രസാദം വാങ്ങാൻ തുടങ്ങി. ആ ഒരു സിസ്റ്റം, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് തന്ത്രിസം. തന്ത്രിസം എന്ന് പറഞ്ഞാൽ മാജിക്കൽ റിച്വൽസാണ്. 6th സെഞ്ച്വറി AD എഴുതപ്പെട്ട താന്ത്രിക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇതേപ്പറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ബുദ്ധിസം, ജൈനിസം, വൈഷ്ണവിസം ഇതിനെക്കാളും അതേപോലെ തന്നെ ഇതും തന്ത്രിസവും എല്ലാ റീജിയനിലും വ്യാപിക്കാൻ തുടങ്ങി.
മിഡിവിയൽ ഹിസ്റ്ററിക്ക് ഒരു ഷേപ്പ് തരാൻ തന്ത്രിസം ഏറെക്കുറെ സഹായിച്ചിരുന്നു. നമുക്ക് മിഡിവിയൽ ഹിസ്റ്ററിയിൽ കിട്ടുന്ന ഒരുപാട് മനുസ്ക്രിപ്റ്റിൽ ഈ തന്ത്രിസത്തിൻ്റെ അസ്ട്രോളജിയുടെയൊക്കെ ഒരു മിക്സ്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതായത് ഈ ഒരു ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞ സോഷ്യൽ ക്രൈസിസിലൂടെ തന്നെ പുതിയൊരു അഗ്രേരിയൻ എക്കണോമി ഡെവലപ്പായി. അതിനുശേഷം ട്രേഡിൻ്റെ ഡിക്ലൈനോട് കൂടി വർണ്ണ സിസ്റ്റത്തിൽ തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ പുതിയൊരു കൾച്ചറൽ ഡെവലപ്മെൻ്റ് ഉണ്ടായി. അതിനുശേഷം ഭക്തി മൂവ്മെൻ്റ് ഉണ്ടായി. ഇത്രയും ചേഞ്ചസോട് കൂടിയാണ് ഏൻഷ്യൻ്റ് എങ്ങനെയായത് മിഡിവിയൽ ഹിസ്റ്ററിയിലേക്ക് കാലുവെക്കുന്നത്. ഇനി നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ കൾച്ചർ എത്രത്തോളം ഔട്ട്സൈഡ് വേൾഡിൽ ഡെവലപ്പായെന്ന് നോക്കാം. കാരണം മിഡിവിയൽ ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ക്രിപ്റ്റുകളിലാണെങ്കിലും എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടൽ കടന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ നശിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വിത്തിൻ ടെറിട്ടറിയിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. പക്ഷേ ഏൻഷ്യൻ്റ് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം നമ്മൾ ഹാരപ്പൻ ടൈമിലെ ട്രേഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. ഹാരപ്പൻ ടൈമിൽ തന്നെ നമുക്ക് മെസപ്പൊട്ടോമിയായിട്ടുള്ള ട്രേഡ് ലിങ്കിനെ പറ്റി അറിയാം. അതുപോലെ തന്നെ ബുദ്ധിസത്തിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയാണ് ബർമ ശ്രീലങ്കയായിട്ട് നമ്മൾ കണക്റ്റഡ് ആയത്. ഈവൻ ഒരു റിലീജിയസ് പവറായിട്ട് ഇസ്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് വരെ ബുദ്ധിസം തന്നെ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി റീജിയനിൽ ഇപ്പം ചൈനയിലാണെങ്കിൽ തന്നെ ചൈനയിലേക്ക് ബുദ്ധിസം സ്പ്രെഡ് ചെയ്തത് ഇന്ത്യ വഴിയാണ്. പിന്നീട് ചൈനയിൽ നിന്നാണ് ജപ്പാനിലും കൊറിയയിലേക്കും ബുദ്ധിസം സ്പ്രെഡായത്. പക്ഷേ ബർമയിലും ശ്രീലങ്കയിലും ഇപ്പം ഇസ്ലാം പവർ വന്നതോട് കൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റീജിയനിൽ ബുദ്ധിസം ഡിസപ്പിയർ ആവാൻ തുടങ്ങി ഇന്ത്യയിൽ. പക്ഷേ ബാക്കി ഇന്ത്യ റിമെയിൻ ചെയ്ത ബാക്കി റീജിയനിലെല്ലാം ബുദ്ധിസം കണ്ടിന്യൂ ചെയ്തിരുന്നു. ശ്രീലങ്കയിലും ബർമയിലും എല്ലാം നമ്മുടെ ഇന്ത്യയിൽ പോലും ലഭിക്കാത്ത ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ബുദ്ധിസം മാത്രമായിരുന്നില്ല നമ്മുടെ കൾച്ചറിൻ്റെ സ്പ്രെഡിന് മീഡിയമായിട്ട് ഇരുന്നിരുന്നത്. ബാക്കി എല്ലാ റിലീജിയൻസും അതിനു വേണ്ടിയുള്ള ഇൻപുട്ട് നൽകിയിരുന്നു. ഇനി ഫസ്റ്റ് സെഞ്ച്വറി AD ഒക്കെ നോക്കുവാണെങ്കിൽ ഇന്തോനേഷ്യയുമായിട്ട് നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇന്തോനേഷ്യയിലുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകളിലും അവരുടെ ലാംഗ്വേജിലും ഒരുപാട് സാൻസ്ക്രിറ്റ് വേർഡ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഏൻഷ്യൻ്റ് ഇന്ത്യ ഇന്തോനേഷ്യയെ സുവർണ ദ്വീപ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, ഐലൻഡ്സ് ഓഫ് ഗോൾഡ്. അതുകൊണ്ട് തന്നെ ഗോൾഡിന് വേണ്ടിയുള്ള ട്രേഡിനായിരിക്കാം ഇന്തോനേഷ്യയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു AD 56 ഒക്കെ ആയപ്പോഴേക്കും ഈ ഒരു റീജിയനിൽ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു റീജിയനിൽ ബ്രാഹ്മണിക്കൽ റിലീജിയൻ സ്പ്രെഡാക്കിയത് ഇന്ത്യയുടെ സെറ്റിൽമെൻറ്റോട് കൂടിയാണ്. ഇനി ഈ ഒരു സുമാത്ര റീജിയൻ, ഇന്തോനേഷ്യയിലെ സുമാത്ര റീജിയനിൽ പല്ലവാസിന് കോളനീസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു റീജിയനിൽ രാമായണ സ്റ്റോറി അവിടെ സ്പ്രെഡ് ആവുന്നത്. പിന്നീട് വിയറ്റ്നാമായിട്ടാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ട്രേഡേഴ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് ലിങ്ക് കൊണ്ട് തന്നെ ആ റീജിയനിൽ ഇന്ത്യൻ ട്രേഡേഴ്സ് സെറ്റിൽ ചെയ്തിരുന്നു. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലെ സെറ്റിൽമെൻ്റ് ആണ്. 13th century ഒക്കെ ആയപ്പോഴേക്കും അവിടെ ഒരുപാട് ലോക്കൽ പീപ്പിളിൻ്റെ ഇടയിൽ മറ്റ് റീജിയനിൽ നിന്നുള്ള ആൾക്കാർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി അവിടെ ഒരു ഇന്ത്യൻ എലമെൻസും ഇൻഡിജീനിയസ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒരു മിക്സ്ചർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു റീജിയനിൽ പുതിയ രീതിയിലുള്ള ആർട്ടും ലാംഗ്വേജും കൾച്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഒരു ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ കൾച്ചറിൻ്റെ സ്പ്രെഡ് ബേസ് റിലീജിയൻ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ട്രേഡും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ലല്ലോ ട്രേഡ്, ഒരു കൾച്ചറിൻ്റെ എലമെൻസും കൂടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഫ്റ്റ് മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും അവരുടെ ക്രാഫ്റ്റ് നമ്മളും ഇങ്ങോട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളാണ് സെൻട്രൽ ഏഷ്യയ്ക്കും ചൈനയ്ക്കും പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ
ഇന്ത്യ ആർട്ടിലാണെങ്കിലും സ്ക്രിപ്റ്റിലാണെങ്കിലും ലാംഗ്വേജിലാണെങ്കിലും ഈവൻ മറ്റ് റീജിയൻസിൽ സെൻട്രൽ ഏഷ്യൻസൊക്കെ ഇവിടെ ഇൻവേഡ് ചെയ്യുമ്പം അവർക്കൊരു റിലീജിയനോ ലാംഗ്വേജോ ഇല്ലായിരുന്നു. അതെല്ലാം ഇന്ത്യൻ കൾച്ചറിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്. അപ്പം ഏൻഷ്യൻ്റ് ഹിസ്റ്ററി വൈൻഡ് അപ്പ് ചെയ്യുമ്പം ഈ ഒരു കൾച്ചറൽ സ്പ്രെഡും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതോടുകൂടി ഏൻഷ്യൻ്റ് ഹിസ്റ്ററി വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വളരെ വ്യക്തമായി സിലബസിലൂടെ തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും ആ ഒരു ഓർഡറിൽ തന്നെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കുക. നമ്മൾ ഉടനെ തന്നെ മിഡിവൽ ഹിസ്റ്ററിയിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിലും ഈ ഒരു ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ സ്റ്റാർട്ട് ടു എൻഡ് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസിൽ പറയാവുന്നതാണ്. അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെ മിഡിവൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതത് ക്ലാസ്സുകളിൽ അവിടുത്തെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.